ഹലോ വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 9th മാത്തമാറ്റിക്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോർഡ് എക്സാംസ് ആണ്. സോ അതിന് മുമ്പായിട്ട് ഈ ചാപ്റ്ററിന്റെ ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻസിലേക്ക് കുറച്ച് തിയറീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആൻഡ് ഫർദർ കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. സോ നിങ്ങൾക്കായിട്ട് കുറച്ച് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ പല ഡിഫിക്കൽട്ട് ലെവൽസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ മുഴുവനായിട്ട് വീഡിയോ കാണാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ വരുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ആംഗിൾസ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ആർക്ക് ലെങ്ത് എന്താണെന്നുള്ളത് പഠിക്കാം. സോ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ ഉണ്ട്, സർക്കംഫറൻസിൽ ഒരു സ്ട്രിപ്പ് ഓഫ് ലെങ്ത് എടുത്താൽ മതി. അതിനാണ് എന്ത് ചെയ്യുന്നത്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലേ. സോ ഈ ഒരു ലെങ്ത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ടായിരിക്കും. ഈ 45 ഡിഗ്രി ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇതാണ് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ക്വാർട്ടർ ഓഫ് എ സർക്കിൾ ആണ് അല്ലേ. ഒരു ക്വാഡ്രന്റ് അല്ലെങ്കിൽ ക്വാർട്ടർ ഓഫ് എ സർക്കിൾ ആണ്. ഇത് 180 ഡിഗ്രി ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ബേസിക്സ് ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കാം. സോ അടുത്ത ഒരു കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്, ഈ എൻ്റയർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, നിങ്ങൾക്ക് അറിയാം ഇത് 180 ഡിഗ്രി ആണ് അല്ലേ. സോ ഈ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. എൻ്റയർ സർക്കിളിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണ്. ഞാനൊരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഞാനൊരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലോട്ട് ഞാൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് റൊട്ടേഷൻ എത്രയാണ്, 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്സിൽ ഒന്നാണ് അതിന്റെ സർക്കംഫറൻസ് അല്ല. സർക്കംഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. സർക്കംഫറൻസ് എന്താണ് വരുന്നത്, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണ്, സർക്കംഫറൻസ് വിച്ച് ഇസ് 2πr ആണ് അതിന്റെ ഇക്വേഷൻസ് വരുന്നത്. സോ സർക്കംഫറൻസ് എന്താണ്, 2πr ആണ് ഇക്വേഷൻ. ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്, ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്, വിച്ച് ഇസ് πr² ആണ് ഏരിയ ഓഫ് എ സർക്കിൾ വരുന്നത്. സോ ഈ രണ്ട് കോൺസെപ്റ്റ്സും ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണം. സോ ഈ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണ്, 2πr ആണ്. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പഠിക്കുക. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുറ്റളവ് അല്ലേ. ഈ കംപ്ലീറ്റ് ലെങ്ത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, സർക്കംഫറൻസ് എന്ന് വിളിക്കുന്നത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെയാണ് ബ്ലൂ കൊണ്ട് ഷെയ്ഡ് ചെയ്തതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏരിയ എന്ന് വിളിക്കുക. ഏരിയ എന്താണ്, πr² ആണ്. സർക്കംഫറൻസ് 2πr ആണ്. ഇതാണ് രണ്ട് ഇക്വേഷൻസ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ആർക്ക് ലെങ്ത് വരുന്ന സമയത്ത് അല്ലേ, ആർക്ക് ലെങ്ത്തിന് എങ്ങനെയാണ് ഫോർമുല കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കാനുള്ളത്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ആർക്ക് ലെങ്ത് വരിക, അതൊരു ഫുൾ സർക്കിൾ അല്ലേ. ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സർക്കംഫറൻസിന്റെ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ആർക്ക് ലെങ്ത് അല്ലേ. സർക്കംഫറൻസിന്റെ ഈ ഒരു ഭാഗം അയക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അയക്കാം അല്ലേ. ഇതായേക്കാം ആർക്ക് ലെങ്ത് അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലേ. ഓക്കെ, നിങ്ങൾ ഫുൾ സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി വരുന്നത്, സർക്കംഫറൻസ് തന്നെയാണ് വരുന്നത് അല്ലേ. സോ ഒരു ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര വരിക, 360 ഡിഗ്രി ആണ് അല്ലേ. 360 ഡിഗ്രി റൊട്ടേറ്റ് ആണ് അല്ലേ. 360 ഡിഗ്രിയാണ് റൊട്ടേഷൻ വരുന്നത്. ആ സമയത്ത് ഉള്ള ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ആണ്. ഫുൾ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്, ചുറ്റളവാണ് അല്ലേ. സോ അതെന്താ വരിക, 2πr ആണ്. ഓക്കെ ആണല്ലോ. സോ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 2πr ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എന്താണ്, 2πr/360 ആണ് അല്ലേ. πr/360 ആണ്. ഞാൻ രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്, 360 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ്, 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, 2πr/360. അങ്ങനെയാണെങ്കിൽ x ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക, x/360 2πr. എന്താ ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്, x ഡിഗ്രിയോട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിട്ടുള്ള എന്താണ്, ആർക്ക് ലെങ്ത് കാണാൻ. നിങ്ങൾക്ക് ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലേ, ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുലയാണ് x ഡിഗ്രി/360 × 2πr എന്ന് പറയുന്ന ഫോർമുല. സോ വളരെ നിങ്ങൾ ഇൻ കേസ് ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോർമുലകളിൽ ഒന്നാണ്. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തന്നിട്ടുള്ളത്, ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല എന്താ പറഞ്ഞിട്ടുള്ളത്, ആർക്ക് ലെങ്ത് എന്തായിരുന്നു, x ഡിഗ്രി/360 ഡിഗ്രി × 2πr ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കി, ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ആംഗിൾ വന്നിട്ടുണ്ട്. ഇത്തരം മാത്സിൽ ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള വേരിയബിൾസ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വേരിയബിൾസ് എന്തൊക്കെയാണോ അത് ആദ്യം എഴുതുക. നിങ്ങൾക്ക് എന്താണ്, സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് വിച്ച് ഈസ് x ഡിഗ്രി, വിച്ച് ഈസ് എന്താണ് 50 ഡിഗ്രി ആണ്. ആൻഡ് റേഡിയസ് തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ ആണ് അല്ലേ. 2.5 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല അറിയാലോ, എക്സിന്റെ വാല്യൂ അറിയാം അല്ലെ. എക്സിന്റെ വാല്യൂ എത്രയാണ്, 50 ആണ്, അതറിയാം. കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2π അല്ലെ. ബാക്കി എന്താണ് ഒരു വേരിയബിൾ, പൈ എത്രയാണ്, 22/7 ആണ്. ബാക്കി എന്താണ്, 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 എത്രയാണ് തന്നിട്ടുണ്ട്, 2.5 സെന്റിമീറ്റർ ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എന്ത് കിട്ടും നിങ്ങൾക്ക്, 50/360 × 5π എന്ന് കിട്ടും, വിച്ച് ഈസ് 2.18 സെന്റിമീറ്റർ അപ്രോക്സിമേറ്റ്ലി വരും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ആൻ അയൺ റിംഗ് ഓഫ് റേഡിയസ് 9 സെന്റിമീറ്റർ എ പീസ് ഓഫ് സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രീസ് കട്ട് ഓഫ് ആൻഡ് ബെൻഡ് ഇൻ ടു എ സ്മോൾ സർക്കിൾ, ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിട്ടുള്ളത് ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ,
എന്താണ് 9 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? 9 സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. 9 സെന്റിമീറ്റർ. ഓക്കെ ഫൈൻ. എ പീസ് ഓഫ് സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രീസ് കട്ട് ഓഫ് ആൻഡ് ബെൻഡ് ഇൻടു എ സ്മോൾ സർക്കിൾ എന്നാണ് പറഞ്ഞത്. എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കാം. അതായത് ഞാൻ ഇവിടെ ഒരു 30 ഡിഗ്രി എടുത്തു. ഓക്കെ ആണല്ലോ? ഇത് എത്രയാണ്? 30 ഡിഗ്രി. അപ്പൊ എനിക്കൊരു ആർക്ക് ലെങ്ത് കിട്ടുമല്ലോ. ഞാൻ ഈ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആർക്ക് ലെങ്ത് ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു ആർക്ക് ലെങ്ത് കിട്ടും. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അറിയോ? ഈ ഒരു ആർക്ക് ലെങ്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു സർക്കിൾ ഉണ്ടാക്കി. അപ്പൊ എനിക്ക് ചെറിയ സർക്കിൾ കിട്ടൂലേ അല്ലേ? ഇതും ഒരു ചെറിയ സർക്കിൾ കിട്ടും അല്ലേ? സോറി. ഓക്കെ, ചെറിയൊരു സർക്കിൾ കിട്ടും. സർക്കിൾ ആണ് സപ്പോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ സർക്കിളിന്റെ റേഡിയസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം ആർക്ക് ലെങ്ത്. ഈ ലെങ്ത് എത്രയാ വരിക? നിങ്ങൾ നോക്കിയേ. ഈ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്ത് ആണ്. ആ ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല അറിയാലോ. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x/360 × 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ എക്സ് എത്രയാണ്? 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? സോറി, 30 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു 2 ഇൻറ്റു പൈ എത്രയാണ്? 22/7 ഇൻറ്റു 6 കൊടുത്താൽ മതി. 6 എത്ര വരുന്നത്? 6 എത്രയാണ്? 9 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എന്ത് കിട്ടും? അവിടെ ആർക്ക് ലെങ്ത് കിട്ടും. ഏതാണ് ആർക്ക് ലെങ്ത്? ഇതാണ് ആർക്ക് ലെങ്ത് അല്ലേ? ഈ ബ്ലൂ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിനാണ് നമുക്ക് ആ ലെങ്ത് എത്രയാണ്, ഈ ലെങ്ത് ടോട്ടൽ എത്രയാണെന്നുള്ളത് കിട്ടും. ആ ടോട്ടൽ ലെങ്ത് ആണ് എന്ത്? പുതിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ പുതിയ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ആർക്ക് ലെങ്ത്. ആ ആർക്ക് ലെങ്ത് വെച്ചിട്ട് എങ്ങനെയാണ്? അതായത് 2πr അല്ലെ? 2πrന്റെ വാല്യൂ ആണ് എന്ത് വരിക? ഈ കിട്ടിയിട്ടുള്ളത് വരിക 30/360 ഡിഗ്രി ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു 9. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 6 മാത്രം അറിയാത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താം. നമ്മുടെ പയ്യെ ക്യാൻസൽ ആവും. സോ നമ്മുടെ കാൽക്കുലേഷൻസും എളുപ്പമാണ്. സോ വളരെ എളുപ്പമായുള്ള ക്വസ്റ്റൻ അല്ലേ? ഒന്നും കൂടെ ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല. എന്താണ് ഒരു സ്റ്റെപ്പും കൂടെ ഫർദർ ലൈക്ക് മൂവ് ചെയ്യാനുണ്ട്. ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എന്ത് ചെയ്യുക? ഫിഗർ വരക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലം ആയി കഴിഞ്ഞാൽ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എളുപ്പമാക്കി മാറ്റാൻ പറ്റും. സോ ഇവിടെ തന്നിട്ടുണ്ടായിരുന്ന ആർക്ക് ലെങ്ത് കാണാം. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അപ്പോൾ 2πrന്റെ വാല്യൂ ആണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റ് ആണ് സർക്കിൾസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് സെക്ടർ. സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേഡിയസ് ഉണ്ടായിരിക്കും അല്ലേ? സോറി, 2 റേഡിയസ് ഉണ്ട്. അതിന്റെ ഇടയിൽ കിടക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതിനാണ് എന്ത് ചെയ്യുന്നത്? സെക്ടർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 2 റേഡിയസ് എടുക്കുക. ഏതൊരു പോയിന്റ് എടുക്കാം? ഇങ്ങനെ എടുക്കാം. അതിന്റെ എന്ത് ചെയ്യുക? ഈ ഏരിയനാണ് എന്ത് ചെയ്യുന്നത്? സെക്ടർ ഓഫ് സർക്കിൾ എന്ന് വിളിക്കുക. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ലൈക്ക് അതാണ് ഇങ്ങനെ ഒരു റെഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അല്ലേ? ഞാൻ റെഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിനാണ് എന്ത് ചെയ്യുന്നത്? കോഡ് എന്ന് വിളിക്കുന്നത്. കോഡ് ഓഫ് സർക്കിൾ എന്ന് വിളിക്കും അല്ലേ? കോഡ്. അപ്പൊ ഇങ്ങനെ വരക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 സർക്കംഫറൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റ്സ് 2 പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കോഡാണ്. ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ഏതായിരിക്കും? അതേതായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡിന്റെ ഒരു പേരുണ്ട്, വിളിക്കുക. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പേരാണ്. സോ എന്ത് ചെയ്യുക? അത് പറയാം, കമന്റിൽ പറയാം. സോറി. സോ സെക്ടർ എന്താ പഠിച്ചു? ആർക്ക് ലെങ്ത് എന്താ പഠിച്ചു? സെക്ടർ എന്താ പഠിച്ചു? കോഡ് എന്താ പഠിച്ചു? ഈ സെക്ടർ ആർക്ക് ലെങ്ത് നമ്മൾ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്ത് ചെയ്യുക? കോഡിന് ഇക്വേഷൻ പറയാം. സെയിം കോൺസെപ്റ്റ്. ലൈക്ക് നേരത്തെ നമ്മൾ 360 ഡിഗ്രി = 2πr ആണെങ്കിൽ ഇവിടെ എന്താ? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡയർ സെക്ടർ അല്ലേ? എൻഡയർ സെക്ടർ എന്ന് പറഞ്ഞാൽ എൻഡയർ സർക്കിളിന്റെ ഏരിയ ആണ്. ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr² ആണ്. വിച്ച് മീൻസ് എന്താണ്? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? πr² ആണ് ഏരിയ അല്ലേ? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് πr² ആണ് ഏരിയ. 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് πr²/360 ഡിഗ്രി ആയിരിക്കും. x ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? x/360 ഡിഗ്രി ഇൻറ്റു πr². സോ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ. സോ ഇക്വേഷൻസ് മറന്നു പോയി കഴിഞ്ഞാൽ എന്താണ്? ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇക്വേഷൻസ് വന്നിട്ടുള്ളത്, അതിന്റെ ഡെറിവേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൈക്ക് ഇക്വേഷൻസ് മറന്നു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ അത് ഒരു രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. സോ വളരെ ലൈക്ക് എളുപ്പമാണ് അല്ലേ ഇത് പഠിക്കാൻ. അതിന്റെ ഡെറിവേഷൻസ് പറഞ്ഞാൽ ലൈക്ക് എന്താണ്? പ്യൂർലി ലോജിക്കലാണ്. നമുക്ക് പെന്നും പേപ്പറും ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ സെക്ടറിന്റെ ഏരിയ നേരത്തെ നിങ്ങൾ ഇവിടെ ആർക്ക് ലെങ്ത് കണ്ടപ്പോൾ സമയത്ത് നിങ്ങൾക്ക് അറിയാം x/360 × 2πr ആണ്. ഇത് എന്താണ് വ്യത്യാസം? സെക്ടറോട്ട് വരുന്ന സമയത്ത് എന്താണ്? x/360 πr² ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കും. ആർക്ക് ലെങ്ത്തും സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. സോ ലൈക്ക് ഇതെന്താണ്? ഈ ഒരു ലെങ്ത്തിനാണ് എന്ത് ചെയ്യുന്നത്? ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പോയിന്റ്സ് ഏതെങ്കിലും തമ്മിൽ ജോയിൻ ചെയ്താൽ അതെന്താണ്? കോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇക്വേഷൻസ് അതിന്റെ കമ്പാരിസൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ലൈക്ക് എന്ത് ചെയ്യുക? പഠിക്കുക.
ഓക്കെ, എല്ലാ ഈ ഒരു സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോർമുലാസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് ലെങ്ത് അറിയാം, സെക്ടർ പറഞ്ഞിട്ടുണ്ട്, 2πr ആണ് സർക്കംഫറൻസ് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, πr² ആണ് ഏരിയ. പിന്നെ സെഗ്മെന്റ് ഏരിയ, ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ലൈക്ക് ഇപ്പം ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പഠിക്കണം എന്ന് നിർബന്ധമല്ല. സെൻട്രൽ ആംഗിൾ, ഇവിടെ സെൻട്രൽ ആംഗിൾ എന്താ ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ട്, അതിനെ സർക്കിളിനെ 8 ഭാഗമാക്കി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്തിന്റെ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരിക? എൻ്റെയർ സർക്കിൾ എന്താണ്? എൻ്റെയർ സർക്കിൾ നിങ്ങൾ നോക്കിയേ 360 ഡിഗ്രി അല്ലെ. എൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ എത്ര വരിക? 360 ഡിഗ്രിയാണ് അല്ലെ. 360 ഡിഗ്രിയാണ്. അതിന് 8 ഈക്വൽ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? 360യെ 8 ഈക്വൽ ഭാഗമാക്കണം. ഒരു ഭാഗം എന്തായിരിക്കും? 360/8 ആയിരിക്കും. അപ്പോൾ n ഈക്വൽ പാർട്സ് ആയി കഴിഞ്ഞാൽ ഒരു ഭാഗം എന്തായിരിക്കും? T/n. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു രീതിയിൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 cm സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ആർക്ക് ആൻഡ് ദ കോഡ് ഓഫ് എ സെഗ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, സർക്കിളില് റേഡിയസ് 2 cm ആണ്. ഓക്കെ, 2 cm ആണ്. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇത് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് റീജിയൻ ബിറ്റ്വീൻ ദ ആർക്ക് ആൻഡ് ദ കോഡ് ഓഫ് ദ സെഗ്മെന്റ് ആണ്. ആർക്ക് ഉണ്ട്, കോഡ് ഉണ്ട്. ഓക്കെ, ഏത് ഏരിയ ആണ് ചോദിച്ചത് അറിയോ? ഈ ഒരു ഏരിയ ആണ് നിങ്ങൾ കാണേണ്ടത്. ഈ ഒരു ഏരിയ ആണ് കാണേണ്ടത്. ഈ ഏരിയ എത്രയാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ലെവലും കൂടെ ഉള്ള പ്രോബ്ലമാണ്. അഡ്വാൻസ്ഡ് ഒന്നല്ല, ലൈക്ക് നമ്മൾ ചെയ്തുള്ള പ്രോബ്ലം തന്നെയാണ്, പക്ഷേ എന്താണ് കുറച്ചും കൂടെ ലെവലുണ്ട് അല്ലേ. സോ എങ്ങനെ ചെയ്യാം? നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻ്റയർ ഫിഗറിനെ രണ്ടാക്കി മുറിക്കാം. ഇവിടെ ഇങ്ങനെയാണ് ഫിഗർ ഉള്ളത് അല്ലേ, ഇങ്ങനെയാണ് ഫിഗർ ഉള്ളത്. ഇത് ഓക്കെ, ഈ ഒരു ഏരിയ ആണ് കാണേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെന്താണ് ആക്ച്വലി ഒരു സെക്ടർ അല്ലേ. എന്താണ്? സർക്കിളിന്റെ ഒരു ഭാഗമാണ്. ഈ എൻ്റയർ സാധനം എന്താണ്? ഈ എൻ്റയർ ഭാഗം എന്താണ്? ഈ എൻ്റയർ ഫിഗർ എന്താണ്? ഒരു സെക്ടർ ആണ് അല്ലെ. ഈ എൻ്റയർ ഫിഗർ ഒരു സെക്ടർ ആണ്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ അല്ലെ. ഈ എൻ്റയർ ഏരിയന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? എൻ്റയർ ഏരിയ എടുക്കുക, അതിന് എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ബാക്കിയുള്ള ഏരിയ എന്താണ്? ഈ ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഏരിയ ആണ്. ലൈക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഇവിടെ 2 cm ആണ്. ഇത് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഈ സെക്ടറിന്റെ ഏരിയ കാണാൻ എങ്ങനെ കാണേണ്ടത്? x/360 × πr² ആണ് അല്ലെ. x/360 × πr² വിച്ച് ഈസ് 60 ഡിഗ്രി ബൈ 360 ഡിഗ്രി × πr² ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ആറിന്റെ വാല്യൂ അറിയാം. ആർ എത്രയാണ്? 2 ആണ്. r² എന്ന് പറയുമ്പോൾ 4 വരും. പൈയുടെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് ചെയ്യാം? ഈ എൻ്റയർ ഫിഗറിന്റെ ഏരിയ കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് റീജിയൻ 1 അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റയർ ഫിഗർ 1. അതിന് എന്ത് ചെയ്യണം? ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്യണം? ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? നിങ്ങൾ നോക്കിയേ. ഇവിടെ 60 ഡിഗ്രി ആണ് അല്ലെ. ഇത് 2 cm ആണെങ്കിൽ ഇതും തന്നെയാണ് 2 cm ആണ്. കാരണം അതെന്താണ്? ഇത് 2 cm ആണ്, ഇത് 2 cm ആണ്. കാരണം എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ അല്ലെ. ഈ രണ്ട് ലൈൻസും എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. സോ ഇത് 2 cm ആണ്, ഇത് 2 cm ആണെങ്കിൽ ഇത് എന്താണ്? ഐസോസിലസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. ഐസോസിലസ് ആയി രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആവും അല്ലെ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആക്കും. ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിക്കാം, ഇവിടെ എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾ എ ബി സിയുടെ ടോട്ടൽ ഏരിയ എന്താ വരിക? ട്രയാങ്കിൾ എ ബി സിയുടെ ടോട്ടൽ ഏരിയ എന്താ? ടോട്ടൽ ആംഗിൾ സം എന്താ വരിക? 60 + x + x. ട്രയാങ്കിളിന്റെ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ സം എത്ര ആയിരിക്കണം? 180ക്ക് തുല്യമായിരിക്കണം. സോ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 60 ഡിഗ്രി ആണ്. വിച്ച് മീൻസ് ലൈക്ക് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. കാരണം 3 ആംഗിൾസ് എന്താണ്? 60 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് ലൈക്ക് ഇതിന്റെ ഏരിയ കാണണം അല്ലെ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ. ഓക്കെ, സോ സെക്ടറിന്റെ ഏരിയ നമ്മൾ കണ്ടു. ഇനി എന്താണ്? ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ആണ്. ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ആണ് എന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? വിച്ച് മീൻസ് ലൈക്ക് √3/4a² ആണ് എന്ത് ചെയ്യുന്നത്? ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ ആണല്ലോ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരുന്നത്? √3/4a² ആണ് വരിക, അല്ലെങ്കിൽ ആ സൈഡിന്റെ സ്ക്വയർ. സോ എയുടെ പകരം എന്ത് ചെയ്യുക? നിങ്ങൾ 2 കൊടുക്കുക. സോ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. സോ ഈ √3/4 × 2² അല്ലെങ്കിൽ √3 അല്ലെ. 2² എന്ന് പറയുമ്പോൾ 4 ആണ്. സോ 4 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്താ വരിക? √3 വരും. സോ എന്ത് ചെയ്താൽ മതി? ഈ ഇനീഷ്യൽ കണ്ടിട്ടുള്ള ഏരിയയിൽ നിന്ന് √3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? ഫൈനൽ ഏരിയ കിട്ടും. സോ ലൈക്ക് എന്താണ്? 2 ലെയർ ഉള്ള പ്രോബ്ലം ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റയർ ഫിഗറിന്റെ ഏരിയ കാണണം, എന്നിട്ട് നിങ്ങൾ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. എന്തെങ്കിലും കൺഫ്യൂഷൻസ് റീവാച്ച് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, നമുക്ക് കാണാവുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കേട്ടോ. സോ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. സോ ഇതാണ് സെക്ടർ അല്ലെ. സെക്ടർ ഓഫ്
സെക്ടറിന്റെ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇനി ആർക്ക് ലെങ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് ആർക്ക് ലെങ്ത്, എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ലൈക്ക് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 പ്രോബ്ലം അല്ലെങ്കിൽ 4 പ്രോബ്ലം ചെയ്യുന്നതിലൂടെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ്സ് ക്ലിയർ ആവും. സോ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സെക്ടറിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഹയർ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് ഇത് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താണ്, ആർക്സ് ആർ ഡ്രോൺ സെന്റേഡ് ഓൺ 2 ഓപ്പോസിറ്റ് വേർഡ്സ് ഓഫ് എ സ്ക്വയർ പാസിംഗ് ത്രൂ ദ അതർ 2 വേർഡ്സസ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ഷെയ്ഡ് റീജിയൻ എന്നുള്ള ചോദിച്ചുള്ളത്. സോ ലൈക്ക് ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ, അതെന്താണ് 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, അതിന്റെ ഫിഗർ ഞാൻ വരച്ചത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ABCD എന്ന് പറഞ്ഞിട്ട് സ്ക്വയറിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയേ, എന്താ പറഞ്ഞിട്ടുള്ളത്, ആർക്സ് ആർ ഡ്രോൺ പാസിംഗ് ത്രൂ ദ അതർ 2 വേർട്ടീസസ് എന്നുള്ള ചോദിച്ചുള്ളൂ. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ചെയ്തിട്ട് അല്ലേ, 2 വേർട്ടീസസ് സെൻറ്റർ ചെയ്തിട്ട് ആർക്ക് വരച്ചിട്ടുണ്ട്. സോ എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു ആർക്ക് ഇങ്ങനെ വരും. കാരണം എന്താണ്, അത് എ എന്ന് പറയുന്ന പോയിന്റിനെ സെൻറ്റർ ചെയ്തിട്ട് വരക്കുന്ന ഒരു ആർക്ക് അല്ലേ, എ എന്ന് പറയുന്ന പോയിന്റ് സെൻറ്റർ ചെയ്തിട്ട് ആ സർക്കിൾ എങ്ങനെ പോവാ, ഇങ്ങനെ പോകും. സർക്കിൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക അല്ലേ, ആ സർക്കിൾ എന്താണ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക, എന്താണ് എ ആയിരിക്കും അതിന്റെ സെൻറ്റർ വരാം. രണ്ടാമത്തെ സർക്കിൾ എങ്ങനെ വരാം, രണ്ടാമത്തെ സർക്കിൾ എങ്ങനെ വരാം, ഓപ്പോസിറ്റ് വേർട്ടീസസ് ആണ് സെൻറ്റർ ആക്കി വരയ്ക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് വേർട്ടീസസ് ആണ് സെൻറ്റർ ആക്കി വരയ്ക്കുന്നത്. സോ എന്ത് ചെയ്യുക, രണ്ടാമത്തെ സർക്കിൾ ഇങ്ങനെ, അതിന്റെ സെൻറ്റർ പോയിന്റ്, ആ സർക്കിളിന്റെ സെൻറ്റർ പോയിന്റ് എന്തായിരിക്കും, സി ആയിരിക്കും. സോ എന്താണ്, ഇങ്ങനെയാണ് ഫിഗർ വരിക. സോ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇത് മാത്രം മതി അല്ലേ, ഉള്ളിലുള്ള ആ ഭാഗത്തിന്റെ ഏരിയ ആണ് ചോദിച്ചത്, ഉള്ളിലുള്ള ആ ഭാഗത്തിന്റെ ഏരിയ ആണ് ചോദിച്ചത്. സോ എങ്ങനെ ചെയ്യാം, അതിന്റെ കോൺസെപ്റ്റ് എന്താ വരാം, നിങ്ങൾ ഈ ഒരു ഇത് നോക്കി ABD എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ നോക്കാം അല്ലേ, ഈ ഒരു സെക്ടർ നോക്കാം. ഈ ഒരു സെക്ടർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലൈക്ക് ഇതിനെ രണ്ടാക്കി മുറിക്കാം, ഈ എൻ്റെ സെക്ടറിനെ ലൈക്ക് നമുക്ക് രണ്ടാക്കി മുറിക്കാം. ഓക്കെ, അങ്ങനെ മുറിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഒരു പാർട്ട് മാത്രം എടുക്കാം, അതിൻ്റെ ഒരു ഐഡിയ തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ തരാം. അതായത് ഈ ABD എന്ന് പറയുന്ന എൻ്റെ സെക്ടർ ഉണ്ടല്ലോ, ആ സെക്ടർ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ നമുക്ക് ആംഗിൾ അറിയാം, സ്ക്വയറാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻബിൽഡ് ലൈക്ക് എന്താണ് ഇഫക്റ്റീവ്ലി നമുക്ക് എന്താണ് ആംഗിൾ എത്രയാണെന്നുള്ളത് നേരിട്ട് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇത് 90 ഡിഗ്രി ആണെന്നുള്ളത്. സോ എന്താണ്, ഈ സെക്ടറിന്റെ ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുകൂടെ അല്ലേ, ഈ സെക്ടറിന്റെ എന്ത് ചെയ്യാം, ടോട്ടൽ ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാം. ഓക്കെ ആണല്ലോ. സോ ഈ എൻ്റെയർ ഏരിയ കിട്ടും. അതിന് എന്ത് ചെയ്താൽ മതി, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക, ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ ആണല്ലോ, ഈ ഒരു ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് എൻ്റയർലി ഈ ഒരു സ്ട്രക്ചറിന്റെ ഏരിയ ആണ് കിട്ടേണ്ടത്. സോ അതിന്റെ നേർപകുതിയായിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് കിട്ടും. സ്ട്രക്ചർ എൻ്റയർലി സിമെട്രിക്കൽ ആണ്. സോ അതിന്റെ ഡബിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എൻ്റയർ ഈ സ്ട്രക്ചറിന്റെ ഏരിയ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും കുറച്ചുകൂടി അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നല്ലതാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ഏതെങ്കിലും പ്രോബ്ലം നമുക്ക് മാത്രം എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വളരെ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ലൈക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാം. സോ ലൈക്ക് അതുപോലെ മോർ വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ആൻഡ് ബെസ്റ്റ് വിഷസ്.